Big Boss Season 7 Episode number 90. The most awaited episode of Big Boss എന്ന് വേണമെങ്കിൽ പറയാം. Because അനീഷ് പ്രപ്പോസ് എന്ന് പറയണ്ട, പ്രപ്പോസ് എന്ന് പറയാൻ പറ്റില്ല, ഡയറക്റ്റ് ഹിറ്റ്. ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒറ്റ ചോദ്യം. എനിക്കൊരു അതേപോലെ എന്ന് വെച്ചാല് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒറ്റ ചോദ്യം. അനുമോളാണെങ്കിൽ അത് കേട്ട മതി, കേൾക്കാത്ത മതി. ഓ ഊമ്പിയല്ലോ നാഥാ, പെട്ടല്ലോ, ഞാൻ ഇത്രയും ദിവസം അപ്പൊ ഒരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്റേത് കേട്ടിട്ടുണ്ടാവും, ബാക്കിയുള്ളവരത് കേട്ടിട്ടുണ്ടാവും. ആസ് എൻ അക്ബർ PR, സ്നേഹക്ക് എന്താണ് പറയാനുള്ളത്? ഇത് അക്ബർ പിആറിന് വിജയം. കാരണം എന്താ അറിയോ? അല്ലല്ല, അക്ബർ പിആറിന് വിജയം. കാരണം അനുമോക്കും നെഗാവും, അനീഷും നെഗാവും, പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടി ഐലസ എന്ന് പറഞ്ഞ നടക്കുന്ന ടീമാണ് നിങ്ങള്. അതെ, നടക്കുന്നു തോന്നുന്നില്ല കേട്ടോ. അതാണ് പോവും, അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്കാണ് പോകേണ്ടി വരും. ഫൈനൽ ഫൈവ് എത്തുന്നുള്ള പ്രതീക്ഷ എനിക്ക് വേണ്ട. ഓക്കെ, അപ്പൊ എക്സ് അനീഷ് ആയിരുന്നു ഇന്നലെ. അല്ല, അനീഷേട്ടന്റെ ഗെയിം ഇഷ്ടപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ അയാൾക്ക് അനുമോളോട് ഒരു ഇഷ്ടം തോന്നി. അയാൾ വളരെ ജെനുവിൻ ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. പിന്നെ കാണുന്ന നാടകങ്ങൾക്കൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല. അനീഷിന്റെ നാടകവും അനുമോള, പക്ഷെ അതൊരു നാടകമാണോ? അയാളെ കാര്യം പറഞ്ഞു. അനീഷ് എന്തുകൊണ്ടാണ് അനീഷ് നീച്ചു പോയതോ? അത് ഒന്നുമില്ലെങ്കിൽ ഇഷ്ടമാണോ? അയാൾ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു. അയാൾ ഏത് ഉത്തരം കേട്ടപ്പോഴാണ് നീച്ചു പോയത്? നോ പറയണം, ദാറ്റ്സ് എ ഡിഫറന്റ്. നോ പറഞ്ഞിട്ടില്ല അനുമോള്. എന്റെ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്, കാണുന്ന പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. അനുമോൾ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് അനീഷ് നീച്ചു പോയത്. എനിക്ക് 2 കൊല്ലം സമയം വേണം, അപ്പൊ നീച്ചു പോയിട്ടില്ല. എന്താ കൊറേ പരിപാടികളുണ്ട് ചെയ്ത് തീർക്കാണ്ട്, അപ്പോഴും നീച്ചു പോയിട്ടില്ല. നീച്ചു പോയത് എപ്പോഴാ? ഞാനത് ശ്രദ്ധിച്ചില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പോയി താലി കെട്ടണമെന്ന് പറഞ്ഞു. ദാറ്റ്സ് എ ഇൻഡയറക്റ്റ് ഹിറ്റ് ബൈ ദിസ് അനുമോൾ, ബിക്കോസ് ഐ എം എ ഹിന്ദു, യു ആർ എ ക്രിസ്ത്യൻ. അതാണ് അവളെ പ്രശ്നം. അത് തുറന്നു പറയാൻ പേടിയായിട്ട് പറയാത്തത്. അത് അനീഷിന് കൃത്യമായി കിട്ടി, മനസ്സിലായോ? അത് അനീഷിന് കൃത്യമായി കിട്ടി. അനീഷിന് മനസ്സിലായി ചാൻസ് അവിടെ ഇല്ല, ഇനി ഒരു ചാൻസ് ഇല്ല എന്നുള്ളത്. ദാറ്റ്സ് ദ ആൻസർ, മനസ്സിലായില്ല? അതാണ് അതിന്റെ ആൻസർ. അത്രേ ഉള്ളൂ പരിപാടി. വേറെ ഒന്നും ഇതിൽ കൂടുതൽ ചിന്തിക്കാനില്ല. അല്ല, ഈ സംഗതിയുടെ തുടക്കമിട്ടത് അനുമോൾ ആയതുകൊണ്ട് ഒരു 75% ഇത് അനുമോളെ തലയിൽ തന്നെ വന്നിരിക്കും. അനുമോൾ അത് പേടിക്കുന്നുണ്ട് പല സാഹചര്യങ്ങളിൽ. ഇത് ആദിലനോട് പറഞ്ഞപ്പോഴും നൂറേനോട് പറഞ്ഞപ്പോഴും ഷാനവാസിനോട് പറയുമ്പോഴും അല്ലല്ല, ഇന്നത്തെ ഈ പ്രപ്പോസൽ സീന് അനുമോളുടെ വിഷയം എന്താ അറിയോ? അനീഷ് എങ്ങനെ എടുക്കും, അനീഷ് എന്താവുന്നല്ല, അനീഷിന്റെ ഫാൻസ്, അനീഷിന്റെ ആർമി, അനീഷിന്റെ PR ഇത് എങ്ങനെ വളച്ചൊടിക്കും എന്നുള്ള ഞങ്ങളിത് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എടുക്കും. നിങ്ങൾ ഇന്നലെ വരെ അനീഷ് മാറിയിട്ട് നെവിന് പോയി ഇന്നലെ തിരിച്ചു വന്നു. അത് നല്ലൊരു ഫണ്ണി ജെന്റിൽമാൻ. അയാൾ ഈ 4 കൊല്ലം ലീവ് എടുത്ത് പഠിച്ചിട്ട് ഇതിലൊന്നും വിടാൻ പാടില്ല. അല്ല, വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ആദിലയും അനുമോളും കൂടി ഇയാളെ കാലിന്റെ ഓട്ടിലിരുന്നിട്ടാണ് എന്ത് പറഞ്ഞത്? ഈ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് പറയുന്നത് ഏത്? ഞങ്ങൾ അനീഷിനെ ഇങ്ങനെ വളയ്ക്കാൻ പിടിക്കാന്നൊക്കെ. ഇത് കേട്ട അനീഷ് ആണെങ്കിൽ അനീഷിന്റെ ഒരു നാടകമാണെങ്കിലും അത് ആയിക്കൂടെ? അല്ല, ജെനുവിൻ ആണെങ്കിൽ വേറെ കാര്യമുണ്ട്. ജെനുവിൻ ആയിരുന്നെങ്കിൽ ഇയാൾ ഒരിക്കലും ജയിൽ നോമിനേഷനിൽ ആരെ പറയില്ല, അനുമോളെ പറയില്ല. ഒന്ന് അല്ല, റിജക്ട് ചെയ്ത നമുക്ക് ഒരു ഇഷ്ടം ഒരാളോട് ജെനുവിൻ ആയി തോന്നിയ പിന്നെ ഇപ്പൊ ഇയാളാണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. ജീവിച്ചിരിക്കുന്ന എന്താ പറയാ, മറ്റേ താജ്മഹൽ. ഇയാൾ ഇപ്പോഴും ആയിട്ടിട്ട് പോയ പെണ്ണിനെ പുണ്യാളത്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയാണ്, അതൊന്നും പറയാൻ പറ്റില്ല. അത് ട്രൂ ലവ് ചെയ്തവർക്കൊക്കെ ഇതൊരു സിറ്റുവേഷണൽ സാധനം അനീഷിനെ അടിച്ചതാണ്. സിറ്റുവേഷണൽ സാധനം അടിച്ചതാണ് അനീഷിന്, മനസ്സിലായോ? ആ സിറ്റുവേഷൻ ബിൽഡ് ചെയ്ത് അടിച്ചതാ. ജിത്തുബായിന്റെ അപ്പുറത്ത് വേറൊരു ബായി ഇരിക്കുന്നുണ്ട്, പ്രഭിബായി. ഓൻ വേറൊരു കുടിയിരുന്നു. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല. അത് മറ്റേ പ്രശ്നം 7 വട്ടം വരയ്ക്കണം. അതിലോട്ട് നമ്മള് പോകുന്നില്ല. ഓക്കെ, അപ്പോ ഇത് അനുമോളെ ഭാഗത്തുനിന്ന് ഒരു നോ വന്നില്ല, അനീഷിന്റെ ഭാഗത്തുനിന്ന് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഓക്കെ, അനുമോളെ ഭാഗത്തുനിന്ന് എവിടെ വെച്ചിട്ട് ഇതിനെ കുറിച്ച് സംസാരിച്ചാലും എവിടുന്നും ഒരു നോ പറയണില്ല. ഇവർ അതിൽ നൂറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ അല്ലേ, അല്ല ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ കിടന്ന് തിത്തേ കളിക്കുകയാണ്.
അതാണ് ഒറ്റയടിക്ക് അതാണ് നെഗ് നോന്ന് ചില ക്യാരക്ടേഴ്സിന് നോ പറയാനും പാടായിരിക്കും, പക്ഷെ ഇത് നോയും വരണില്ല, ഇത് എന്റർടൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. അതാണ് ചിരിക്കണതും ആസ്വദിക്കണതും നമുക്ക് ഇത് ഒരാളെ മുഖം കണ്ട മനസ്സിലാവണില്ല, ഇത് ഇങ്ങനെ ചിരിച്ചും കളിച്ചോണ്ടാ നിക്കണത്. എന്നാ പിന്നെ ഇല്ലെങ്കിൽ ഇല്ലാന്നു പറഞ്ഞു 9 ദിവസം വരെ കൊണ്ടോണ്ടേ. അല്ല, അനീഷിനോട് സ്ട്രെയിറ്റ് അവേ അടിച്ചില്ലേ ഗുരുവായൂരും അമ്പലവും താലികെട്ടും ആയപ്പോ തന്നെ അനീഷും കഴിഞ്ഞു. താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞല്ലോ എനിക്ക് ഭാവിയിലുള്ള ആളല്ലേ, അപ്പൊ കുറച്ച് അങ്ങനെയൊന്നും പറഞ്ഞില്ല. സമയം വേണം പറയുകയാണെങ്കിൽ പുറത്തുനിന്ന്. അത് ഷാനവാസിനോടല്ലേ, അനീഷിനോട് ഇതൊരു പറഞ്ഞില്ലടാ. അനീഷിനോട് പറയാന്നുള്ളതാണല്ലോ ബേസിക് മാനേഴ്സ്, അത് ചെയ്യണം. അയാള് വളരെ കാര്യമായിട്ട് അയാളെ വിളിച്ചുകൊണ്ടുപോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് അയാൾക്കുള്ള. പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, അനീഷ് വിളിച്ചുകൊണ്ടിട്ട് ലോകത്തിലെ നാട്ടുകാരൊക്കെ കണ്ടു, പക്ഷെ വീട്ടിനകത്ത് ആരും കാണാതെയാണ് അയാൾ അതിന് മാന്യത കീപ്പ് ചെയ്തു, ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടിട്ടാ പറഞ്ഞത്. പക്ഷെ അനുമോള് കാണിച്ച പരിപാടി കാരണം കഴിഞ്ഞാൽ നാട് ഫുള്ള് പാട്ടാക്കി. എന്നിട്ട് അയാള് കടന്ന് നിഷ്കളങ്കതയും കൊഞ്ചിക്കോഴയിലും കളിച്ചു. നാരു ഇവനെ വിളിച്ചാരെ സാബുമാനെ ശരിക്കും ഇപ്പുറത്താ കൊടുക്കണ്ടി. ഓ അക്ബർ അക്ബർ ഉണ്ടാകുന്ന മല മറയ്ക്കും അവിടെ ഒന്ന് പൊടിയിരുന്നു. അവിടെ ഷാനുക്ക വരാറില്ല, ഹിറ്റ്ലർ അറിഞ്ഞിട്ടില്ല. മാധവൻകുട്ടി രാവിലെ ബാത്റൂം ഇറങ്ങിയിട്ട് അനുമോൾ എല്ലാം പറഞ്ഞ് ഞാൻ സെറ്റാക്കിട്ട് സിനിമയെ കാണുന്ന മാറ്റത്തെ കോമഡി മക്കളെ, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. അനുമോള് പറയണത് ഒരു കാര്യം, ഷാനുക്ക പറയണത് വേറൊരു കാര്യം. അനുമോള് രാവിലെ ഇയാള് ലവ്യു പറഞ്ഞല്ലോ, ലവ്യു കല്യാണം കഴിക്കണല്ലോ എന്ന് പറഞ്ഞതിന്റെ പണ്ടത്തെ പ്രിയദർശന സിനിമ അതേപോലെ ഒരു ബന്ധമില്ലാത്തൊരു സാധനം എടുത്തടിച്ചിരിക്കുക. സത്യത്തിൽ ഷാനവാസ് ഇന്ന് പൊളിച്ചു തീർക്കണം പെട്ടെന്ന്, ഞാൻ ഇടപെട്ട് എന്താ ചെയ്തരാന്നൊക്കെ. ഏത് കാര്യം ആ കാര്യം തന്നെ അത് തീർക്കാം. അറിഞ്ഞോ അത് ചെറിയ ഐറ്റം ആയിരുന്നു കേട്ടോ. അത് ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ രാവിലെ ലൈവ്, ഇന്നിപ്പോ അത് കുറച്ചേ കാണിച്ചുള്ളൂ, അത് കുറച്ചുകൂടി കൂടുതൽ ഉണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലാത്ത സാധനം. അതുപോലെ തന്നെ നൂറ ബാ വരൂല, ബാ ഞാൻ വരില്ല, എനിക്ക് താല്പര്യമില്ല ഒന്ന് കേൾക്കാന്നൊക്കെ നൂറ പറയുന്നത് നെവിന ടോപ്പ് കോമഡി. നെവിനെ കളിക്കാം. നെവിനെങ്ങാനും പോയി ഇത് ആദ്യം നൂറേനെ മുന്നേ കേട്ടിന്നെങ്കി കഴിഞ്ഞു. എടി താടകേ പൂതനെ, നിനക്കൊരു മനുഷ്യൻ വന്ന് നിന്നെ കല്യാണം കഴിക്കുമ്പോ നിനക്ക് അയാളെ പറ്റില്ലല്ലേടി, ഒരു പ്രേമം ആകെ മൊത്തം വീട് കൂട്ടിച്ചോറാക്കിയെന്ന് പോയി. എന്നാലും അത് മിസ്സായി പോയല്ലേ. അതിൽ ലാലേട്ട എപ്പിസോഡിൽ ഇട്ട് കൊടുത്താൽ സൂപ്പറായിരിക്കും അത് കാണാൻ, ഒരു രക്ഷയില്ല. അത് വേറെ രസം കിട്ടോ. അനീഷിന് ഇന്നത്തെ ഡാൻസ് കണ്ടിരുന്നു, ഫുൾ ചാർജ് ചെയ്യുന്നു. രാവിലെ ഒരു തുള്ളി യജാതി ഡാൻസ് അല്ലേ. ഇന്ന് പവർഫുൾ ആയിട്ട് ഇറങ്ങിയതായിരുന്നു ആ മനുഷ്യൻ. അതങ്ങോട്ട് അടച്ച് കൈ കൊടുത്ത് 10 മടക്കി കൊടുത്ത്. എന്ത് തേങ്ങണ്ടിട്ടാണ് ഈ കൊഞ്ചി കൊഴിഞ്ഞത് പറഞ്ഞോണ്ട്. എന്താ പറയുക, രണ്ടാളും ഓവറാക്കി. ഞാൻ പറഞ്ഞുതരാം, ഇന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഫ്രോഡാ, പക്ക ഫ്രോഡാ രണ്ടാളും. ഇതെന്താ ചെയ്ത് അറിയാം, എനിക്ക് ഒരുമാതിരി നാടകം പോലെ ആക്കി. അനുമോള് പറ്റ കയ്യിൽ നിന്ന് ഇട്ട് കളിച്ച്, അനീഷ് ഓവർ അനീഷ് റെഡ്ഡി ആയി. അനീഷ് റെഡ്ഡി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര കലിപ്പ. ആ ഉള്ളി എറിയുന്ന സീനില്ലേ, മൂപ്പര് നോട്ടുണ്ട്, എങ്ങനെ അറിയോ. പക്ഷെ എന്താ അറിയോ, അയാൾ അങ്ങനെ നോക്കാൻ കാരണം എന്തായാലും നമ്മളൊരു ഇങ്ങനത്തെ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതൊക്കെ അതിന്റെ ഒരു പാർട്ടാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അനീഷേട്ടൻ കാണിച്ച ഒരു മാന്യത ഈ അനുമോള് കാണിക്കില്ല എന്നുള്ളതാണ്. എല്ലാവരോടും പോയി പറയാ, അയാളെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കല്ലേ. അയാൾ വളരെ മാന്യമായിട്ട് അനുമോളെ അത്രയും റെസ്പെക്ട് ചെയ്തിട്ടല്ലേ ഈ ഒരു കാര്യം. അങ്ങനെ വേറെ കാര്യമുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ അനീഷ് തിരിച്ചു കാണിക്കുന്ന റെസ്പെക്ട്, ബേസിക് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് എടുത്തിട്ട് മറ്റേ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതല്ല. അവിടെ ഒരു മാന്യതകേട് ആരും കാണിച്ചിട്ടുണ്ട്, അനീഷും കാണിച്ചിട്ടുണ്ട്. അത് എപ്പോഴും നോമിനേറ്റ് അതിന്റെ മുന്നേ ഒന്നും എന്താ പറയുക, അനീഷ് ഇവളോട് സംസാരിക്കാതിരിക്കേ അല്ലെങ്കിൽ ആളുകളെ മുന്നിൽ പോയിട്ട് അനുമോൾ ഇങ്ങനെ ചെയ്തു പറഞ്ഞൊരു പരാതിയിട്ട് പറയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ കൃത്യമായിട്ട് ജയിൽ നോമിനേഷൻ വന്ന സമയത്ത് ഒരു കാരണവും പറയാതെ ആദിലേന്റെയും നോറേന്റെയും വിഷയം അങ്ങനെ പറഞ്ഞു വന്ന് നേരെ അനുമോളെ പിടിച്ചിട്ട് വെരി എവിഡന്റ്. അതാ ഞാൻ പറയാൻ, രണ്ടു കള്ളന്മാരാ. അത് അവിടെ വെച്ച് തീർന്നു. ഇനിയിപ്പോ രണ്ടു കള്ളന്മാരാ ഉള്ള കാര്യം പറയാലോ. രണ്ടും കക്കാനും നിക്കാനും പഠിച്ച ടീംസ്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം എന്താ അറിയാം, നിങ്ങൾക്ക് അടിച്ച ഗോള് അവിടുന്ന് വോട്ട് കിട്ടി, ഇവിടുന്നും കിട്ടി, എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിക്കുന്നത് ഗോൾ അടിക്കാതിരുന്നത് നന്നായി ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും ലാഭാണ്. എന്താണ്, ഓ ഈ പാവപ്പെട്ട മനുഷ്യനെയാണോ ഈ പൂതനെ നീ ഇങ്ങനെ ചെയ്തേ. ഇത് അനീഷ് സംബന്ധിച്ചിടത്തോളം മറ്റേ തോണി പറഞ്ഞാൽ പുറമ്പാക്കാൻ നല്ലത് അറിയില്ല, അതേപോലത്തെ അവസ്ഥയാണ്. അനീഷ് എന്ത് കിട്ടിയാലും നല്ലതാ. അനുമോക്ക് അവിടെ പേടി എന്താ, പറയാൻ പറ്റണില്ല. വലിയ ഫാൻസ് പുറത്തുണ്ടെന്ന് അറിയാം, അത് പേടിച്ചിട്ടാണ് അനുമോളെ വിഷയം. പിന്നെ അത് മാത്രല്ല, അനുമോളെ മെയിൻ സീനിൽ നിങ്ങൾ കേട്ടോ, വിനു സംസാരിച്ച സമയത്തും വിനു സ്ക്രീൻഷോട്ട് കാണിച്ച സമയത്തും പറഞ്ഞൊരു സാധനം ഉണ്ട്. 90 ദിവസം അല്ലെങ്കിൽ 80 ദിവസം
ഓർഗാനിക്കലി ആര് പോകും, നിനക്ക് അങ്ങനെ PR ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു സംഗതി അനുമോളോട് വിനു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നാണ് അനുമോൾ ആ സാധനം അടിച്ചു തുടങ്ങി. ഈ ആഴ്ച ഞാൻ പോകും. ആദിലേനും നൂറേന് പട്ടാ ഗേൾസിന്റെ ഗ്യാങ് രണ്ടാമത് അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കാൻ വേണ്ടി ബെഡ്റൂമിൽ ഇരിക്കുന്ന സീനകത്തുള്ള അടിച്ചാടി എന്നിട്ട് ഈ ആഴ്ച എന്നെ നിർത്തില്ലടി, എന്നെ ഈ ആഴ്ച ഒഴിവാക്കും, 90 ദിവസമായി എന്നെ ഒഴിവാക്കും, നിനക്കറിയില്ലേന്ന്. അപ്പൊ അനുമോളെ മനസ്സിലെന്താ അറിയോ, വിനു പുറത്തുനിന്ന് എന്നോട് 90 ദിവസം കഴിഞ്ഞ് എന്നെ പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ആഴ്ച പോകും. വിനു പറഞ്ഞ് സെറ്റ് ചെയ്ത് 90 ദിവസത്തേക്കുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഉറപ്പാണ്. കാരണം എന്താ പറയുക, ഇന്ന് കുറച്ച് കൂടുതൽ പറയുന്നുണ്ട്. അക്ബറിനോട് പോയിട്ട് ബസ്സിന്റെ കാര്യം പറഞ്ഞ് മാപ്പി ചോദിക്കുന്നുണ്ട്, എല്ലാരോടും മാപ്പി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് തെറ്റ് ചെയ്തു എന്നുള്ളത് സ്വയം മനസ്സിലാക്കി. 36 അത് ഉറപ്പിച്ചിട്ടുണ്ട് 36 ഈ ആഴ്ച പോകുന്നുള്ളത്. കാരണം 90 ദിവസത്തേക്കുള്ള സാധനം സെറ്റ് ആയി 36 മനസ്സിന് 90 ദിവസം നിൽക്കാൻ നാളെ പോണില്ല എന്ന് മനസ്സിലായ വീണ്ടും വട്ടിട്ട് കറക്കാൻ നോക്കൂ. അത് മാത്രല്ല വേറെ വിറ്റുണ്ട് ഇതിനകത്ത്. നമ്മളെ ഈ പട്ടാ ഗേൾസ് കൂടിയിട്ട് അതിനിടയിൽ പട്ടാ ഗേൾസ് എല്ലാരും കൂടി ഒരു സെറ്റായി മാറിയിട്ടുണ്ട്. പിന്നെ നൂറിനോട് പറഞ്ഞ കാര്യം നൂറിനോട് പറഞ്ഞപ്പോ നൂറ് റിയാക്ട് ചെയ്ത് നൂറയ്ക്ക് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോസിൽ പറയുന്ന പോലെ നൂറിന്റെ റിയാക്ഷൻ ആയിരുന്നു. എനിക്കിപ്പോ ഇത് വരുമ്പോ ഞാൻ എക്സ്പെക്ടിങ് ആയിരുന്നു എന്ത് വരുമോ എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആണ്. നൂറ വീടിനകത്തിരിക്കുമ്പോൾ കുറച്ചും കൂടി നൂറയ്ക്ക് അറിയാലോ കാര്യങ്ങൾ, കണ്ടറിയാം. അപ്പൊ നൂറ ഓൾറെഡി അതാ പറയുന്നത്, ഇത് എന്ന് പറയും എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. കാരണം നീ വട്ടം കറക്കുമ്പോൾ അയാൾ ഇതിലേക്ക് കൂടുതൽ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, നൂറ പറഞ്ഞത് വളരെ കറക്റ്റ്. അയാള് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു അല്ല, അത് നൂറ പറഞ്ഞ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുകയാണെങ്കിൽ അനീഷ് ജെന്യൂൻ ആയിട്ട് പോയി പറഞ്ഞതാണ്. കാരണം നൂറ ഒരു തേർഡ് പേഴ്സൺ, ഇവർ രണ്ടുപേരും എനിക്കും അങ്ങനെ തന്നെയാണ്. അതായത് അനീഷ് പറഞ്ഞത് ജെന്യൂൻ ആയിട്ട് പറഞ്ഞു, റിജക്ഷൻ കിട്ടിയപ്പോൾ അയാൾ ഫേക്കായി. പിന്നെ അയാളൊരു ക്യാരക്ടർ വെച്ചിട്ട് ആ റിജക്ഷൻ കിട്ടിയപ്പോൾ അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതിന്റെ പ്രശ്നങ്ങളാണ്. ഉൾക്കൊള്ളാനും പ്രശ്നം ഉണ്ടായി. പിന്നെ മുതൽ അയാൾ എന്തായി, ഡ്രാമ കണ്ടില്ലേ, മാതളം വീണ്ടും ചെത്തി കൊടുക്കുന്നു, അയാൾക്ക് സ്വയം എങ്ങനെയാലും ഒരു തോന്നലുണ്ടാവില്ലേ. ഇപ്പൊ നമ്മൾ മാത്രം കാണുന്ന ഒരു ഇതാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരാളോട് പറയണെങ്കിൽ അയാൾ മാത്രം കാണുകയാണെങ്കിൽ കുഴപ്പമില്ല, അയാൾക്കും അറിയണല്ലോ. പിന്നെ അയാള് പോയി കാണുന്നത് എന്താ, അനുമോൾ ആദിലേന്റെ ഒപ്പം ഇരിക്കുന്നു, ഷാനവാസിന്റെ ഒപ്പം ഇരിക്കുന്നു. നമ്മളെ ഉള്ളിൽ ഒരു കള്ളത്തരം ഉണ്ടാവുമ്പോ എല്ലാവരും നമ്മളെ നോക്കുന്നതൊക്കെ ആ കള്ളത്തരം മനസ്സിലാക്കിയിട്ടാണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. ഇതിപ്പോ അനീഷേട്ടനാണ് തോന്നുന്നുണ്ടാവും, എല്ലാവരോടും പോയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടാവും, എല്ലാവരും ആ ഒരു കണ്ണു വെച്ചാണ് എന്നെ നോക്കുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഒന്നല്ല കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വയം ഞാൻ അങ്ങനെ അല്ലാന്ന് കാണിക്കാനുള്ള ഒരു ആക്ട് ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്. എന്താണെങ്കിലും അനീഷിനും ഗെയിമുണ്ട്, ഫോർ മീ അനീഷിനും ഗെയിമുണ്ട്, അനുമോക്കും ഗെയിമുണ്ട്. ഒരു സൈഡിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കണം, അപ്പുറത്ത് കുറെ ആൾക്കാർ തോന്നുന്നു പറയാം. സാബുമേ മുട്ടേന്റെ പിന്നാലെ പോകുന്നു, മുട്ടപ്രാക്ക് അടിക്കണു. സാബുമാന്റെ ഡേ ആയിരുന്നു കേട്ടോന്ന്. സാബുമാൻ എല്ലാരും കൂടി വീട്ടിൽ ആ ജയിൽ നോമിനേഷൻ ഒന്ന് കാണേണ്ടി വറുത്ത അടി. അത് അനുമോള് പറയാൻ കാരണം എന്താ, സാബുമാൻ അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തിരിച്ച് സാബുമാനും തിരിച്ചടിച്ചു. അല്ല, നാരുവിന്റെ വേറെ സീനുണ്ടേ. നാരു ഈ പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞിട്ട് പ്രോട്ടീൻ ഫുഡിനാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുക. ഇന്ന എന്തെങ്കിലും ഗെയിം വന്നാൽ അവൻ ഗെയിം കളിക്കൂല. പിന്നെ ഈ പ്രോട്ടീനോ അപ്പൊ ഒരു ക്ഷീണം കുഴക്കും, മൈൻഡ് ഫ്രീസ് ആവും, തല ഫ്രീസ് ആവും, ആങ്സൈറ്റി ആണ്. പിന്നെ എന്തിനും ഒരു പ്രോട്ടീൻ അയാൾക്ക് വേണ്ടെന്ന് വെച്ചാൽ മുട്ട, കുറച്ച് പ്രോട്ടീൻ, ഒരു കുപ്പി കുഴമ്പ്, ഇതൊക്കെയാണ് ഈ സാധനം അവന് ആവശ്യം. എന്നാ ഇത് ചെലവാക്കാനുള്ള സ്ഥലവും എടുക്കണില്ല അവിടെ, എല്ലാം ഒന്നും അവൻ ബാക്ക് അടിച്ച് വെക്കുന്ന ആളാണ്. പിന്നെ എന്തിനാ അതൊന്നും ഒരു പിടുത്തവും കിട്ടണില്ല ആരുവിന്. കാറ്റടിച്ചാൽ വീണ നമ്മളെ ഷാനുക്ക പോലും ഇതിനൊക്കെ റെഡിയാണ്. അതെ, പാൽക്കുപ്പി വീണാൽ പാലെറിഞ്ഞാൽ വീഴുന്ന ഷാനുക്ക. പിന്നെ അതിന് നെവിന് ബെസ്റ്റ് എന്റർടൈനർ അല്ല, ക്യാപ്റ്റൻ ഇല്ലല്ലോ. അപ്പൊ ലാസ്റ്റ് വീക്കിലെ ഏറ്റവും നല്ലൊരു പ്ലെയർ എന്നുള്ള രീതിയിൽ അവര് എല്ലാരും കൂടി വീട്ടിൽ, അത് ശരിക്കല്ലോ ഒരു തരം മുഖത്ത് തോണ്ടലാണ്. നെവിന് ക്യാപ്റ്റൻസിയും കൊടുത്തില്ല, എന്നാ പിന്നെ എല്ലാരും കൂടി പിടിച്ചു, അവരെ പിടിച്ച് ആക്കും ചെയ്തു. ബിഗ് ബാങ് മറ്റേ ബിഗ് ബാങ്കിൽ സാധനം പങ്കെടുക്കാനും പറ്റില്ല, ആകെ മൊത്തം ചീഞ്ഞ് നാറി ചപ്പിളയായിട്ട് ഇരിക്കുന്ന സമയത്താണ് കൊണ്ടുപോയി ഈ സാധനം കൊടുക്കുന്നത്. വേറെ സാധനം കണ്ടു, അനുമോള് സാബുമാനെ പറയുമ്പോ നെവിൻ കേക്ക് എന്താ പറയുക, കേക്ക് അനുമോള അതിലും കിടിലൻ സാധനം ഇതിൽ വന്നിട്ടില്ല, ലൈവിലുണ്ടായിരുന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് വിറക് കയറി കൊടുക്കാറുണ്ട്. റബ്ബർ പാല് വിറക് കീറല്, അത് എത്ര 16 പീസോ ഒരു വിറക് കഷ്ണം വെട്ടിട്ട് 16 പീസ്. ഒരു സൈഡിൽ അനുമോള് പറയും, നമ്മള് ചിരിച്ചു കളിക്കാൻ പാടില്ല, ഇനി കമന്റ്സ് തരും, നിങ്ങൾ ഇതിന്റെ കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അതെ, ഒരു സൈഡിൽ പറയും ചാണകം മെഴുകി വീട്ടിൽ കിടന്നു, അപ്പുറത്തെ സൈഡിൽ നെവിനോട് വീട്ടിൽ പറയും നിന്നെ പോലെ ഞാൻ ദാരിദ്ര്യം അനുഭവിച്ചിട്ടില്ല, ഞാൻ നല്ല രീതി. ഒരു സൈഡിൽ പറയും എന്റെ അമ്മ എന്നെ പണിയെ എടുപ്പിക്കാറില്ല, എന്നെ കൊണ്ട് ഒരു പണി ചെയ്യും. ഇപ്പത്തെ പറയും ഞാൻ മരം വെട്ടാറുണ്ട്. അല്ല, അനുമോളുടെ ഫുഡിന്റെ പേര് മരം 16 കഷ്ണാക്കി കഴിഞ്ഞാൽ പിന്നെ അമ്മ കൊടുക്കും, പിന്നെ നിർത്താൻ പറയില്ലേ, ചെയ്തത് ചെയ്യണ്ട മേലെ 5 വെട്ടരുത് പറഞ്ഞിട്ടും
അതെ ഒരു കോടാലി കൊടുത്തപ്പോ അമ്മ വിചാരിച്ചില്ല അത് പുഷ്പയാവുന്ന്. അല്ല കുറച്ചേരം കൂടി പറയാൻ സമയം കൊടുത്തിരുന്നെങ്കിൽ എടീ ഒരു ദിവസം ഞാൻ പുഴേന്റെ തീരത്ത് ഇങ്ങനെ വെട്ടാൻ പോകുമ്പോ എന്നെ മഴ അങ്ങോട്ട് പോയി എന്നിട്ട് ഇങ്ങനെ സ്വർണം കൊണ്ടുവന്നു അതുകൊണ്ട് ഇതൊക്കെ കേൾക്കേണ്ടി വന്നേന്ന്. അല്ല അങ്ങനെ ചാൻസ് ഉണ്ട് എന്ന് പറയാം. ഇന്നിപ്പോ അത് പറഞ്ഞിട്ടില്ല, നാളെ പറയാൻ ഇതിലും നല്ലത് അനുമോളായിരുന്നു. അല്ല ഇതിലും നല്ലത് അനുമോള ചളി. സോറി. അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരെ ഒന്നായിട്ട പട്ടാഗേൾസ് ഒന്നിച്ചു. പട്ടാഗേൾസ് ഒന്നിച്ച ഒരു അപൂർവമായ പട്ടാഗേൾസ് ഒന്നിച്ചു എന്ന് പറയില്ല. ആദിലയും അനുമോളും സെറ്റായി. നൂറ് അതിലില്ല. നൂറയ്ക്ക് ഇപ്പോഴും ഇന്നലെ പറഞ്ഞ പോലെ അത് എന്താ പറയാ, അത് മനസ്സിൽ പോവില്ല നൂറയ്ക്ക് ഒരിക്കലും. അല്ല പിന്നെ അനീഷേട്ടന്റെ പുറകെ നടക്കണല്ലോ, ദൈവം ഒന്ന് അങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞു പിന്നെ നടക്കുന്നത് കാര്യമൊന്നുമില്ല. ഓക്ക് പേടിച്ചിട്ടാണ്, നെഗറ്റീവ് അടിക്കരുന്നുള്ള പേടി. കണ്ടന്റ് പേടി. പുറത്ത് നെഗ് വരരുത് എന്ന സാധനം. അതിന്റെ വീടും ഷാനുക്ക മാത്രം അറിഞ്ഞില്ലേ ഇവിടെ എന്തോ ലൈന് നടക്കണ്ടല്ലോ, റൊമാൻസ് ആണോ? അത് ഇവരെന്നെ ഇട്ട് കൊടുക്കാണ് കണ്ടോ, ഇവരെന്നെ ഒപ്പം ഇരുന്ന് ചിരിക്കുക. അത് ഷാനവാസിനോട് പറയാൻ വേണ്ടിട്ട് ഇവർ നിന്നിക്കണത്, അത് ചോദിപ്പിക്കാൻ വേണ്ടിട്ട്. കറക്റ്റ് ചോദിക്കും. ഷാനവാസിനോട് പറഞ്ഞതിന് ശേഷം രസം. അല്ലെങ്കിൽ എന്നോട് എപ്പോഴും വന്നിട്ട് അവൻ പറയുന്നതാണ് അക്ബർ ഇവിടെ വരൂ ഇരിക്കൂ എന്നുള്ളത്. എന്നോടൊന്നും പറഞ്ഞ അല്ലെങ്കിൽ ചെന്നിട്ട് അനീഷ് സുഖാണോ ചോദിച്ചപ്പോ ചോദിക്കുമ്പോ ഷാനവാസ് ഇവിടെ വരൂ ഇരിക്കൂ ഇത് പറയണെന്ന് എന്നോടൊന്നും പറഞ്ഞില്ല. എന്നോട് അതൊന്നും പറഞ്ഞില്ല, ആ ദുഷ്ട എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിന് ജയില് പൂട്ടി. എന്നേക്കുമായി നമ്മുടെ ജയില് പൂട്ടി. ഈ സീസണിൽ കത്താൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു കോംബോ ആയിരുന്നു നമ്മളെ ആദിലെ അക്ബർ. കാരണം രണ്ടുപേരും കിടിലൻ ഗെയിമേഴ്സാണ്, അടിപൊളി ഗെയിമേഴ്സ് രണ്ടുപേരും. ഇവര് ഓൾറെഡി ഒരു എനിമി സോണ് പോയത് ഭയങ്കര അല്ലെ, ഓർഗാനിക് ഉണ്ടാവലാണ് ഉണ്ടായത് അല്ലേ. ഭയങ്കര ആദ്യം എനിമിയായി, ഇപ്പൊ ലാസ്റ്റ് ആയപ്പോ നല്ല ഫ്രണ്ട്സ് ആയി. ആരും പറയും ചോദിക്കും ചെയ്യാതെ പുഷ് ചെയ്യൊന്നും ചെയ്യാതെ അതിനെ കുറിച്ച് വീട്ടിൽ തന്നെ ആരും ഡിസ്കസ് ചെയ്യില്ല. ആകെ ഡിസ്കസ് ചെയ്യുന്നത് നോക്കിയെടുക്കുന്ന അറിയോ, ഷാനുക്ക മാത്രമാണ്. ഷാനുക്ക പോയി പറയണ്ടായിരുന്നു. ഷാനുക്ക പറയണ്ടായിരുന്നു അത് അവിടെ അതിലുള്ളതുകൊണ്ട്. അതെ അതെ. അല്ല ഷാനുഖാന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ, അമേരിക്കയിൽ കൊടുങ്കാറ്റുണ്ടായി അക്ബർ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായി അക്ബർ, ജയില് പൂട്ടിയതിന്റെ കാരണം അക്ബർ, എല്ലാം അക്ബറാണ് മൂപ്പരിക്കും. അക്ബറിനെ വിട്ടിട്ട് മൂപ്പരിക്കും ഒരു പണിയില്ല മൂപ്പരിക്ക്, അതുകൊണ്ടായിരിക്കണം. പക്ഷെ ആദില അക്ബർ കോംബോ തുടങ്ങി. അക്ബർ ബിയാറിന് ഇത് ദിവസക്കൂലി അടി കണക്ക് അതോ റിവ്യൂവിന് കൂലി കണക്ക് എങ്ങനെയാണ് കൂലി തിരിച്ചു വരുമ്പോ കഴിയുകയാണെങ്കിൽ അങ്ങനെ എന്താ മനസ്സിലാവണില്ല. അതെ. അത് കഴിഞ്ഞിട്ട് പട്ടാഗേൾസിനിടയിൽ പട്ടായിൽ ബീച്ച് പോയി എങ്ങനെ കിടക്കുന്നു പ്രാക്ടീസ് ചെയ്യുന്നവരുടെ ഇടയിലേക്ക് നെവിൻ കപ്രീഷ്യസ് ആംബ്രോസ്. ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെവിൻ ആയതുകൊണ്ട് ആ വീടിനുള്ളിലുള്ളവർക്കും അതൊരു പ്രശ്നമായി തോന്നില്ല. കാരണം നമുക്ക് അത് ആ വീട്ടില് പ്രശ്നമായി തോന്നിയിരുന്ന ഏക വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ, അത് ഷാനവാസ് ആയിരുന്നു. ഷാനവാസിന് ഇപ്പൊ പറയാൻ പേടി. പിന്നെ കുലടുത്തുണ്ടല്ലോ അവിടെ, ഒന്നും പറയാൻ പറ്റില്ല. കുലച്ചേച്ചി 90-ാം ദിവസം, ഇന്ന് വെള്ളിയാഴ്ച, അതായത് ഇത് ലാലേട്ടൻ വരുന്ന ഷൂട്ടിന്റെ തലേദിവസമാണ്. അന്ന് കുലച്ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്റർടൈൻമെന്റ് ആവും, എല്ലാരോടും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിരിക്കും, നിഷ്കളങ്കത ഒരു ചിരിയൊക്കെ ഉണ്ട്. പിന്നെ 90-ാമത്തെ ദിവസം പോകും എന്നുള്ളതല്ലേ മനസ്സിൽ ആ ഒരു സംഗതി കിടക്കുന്നത്. ബാക്കി ദിവസം എന്ത് കാട്ടുന്നതിനല്ല, 90-ന് 10 ദിവസം ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ ഇനി നാളെ ഞാൻ വെയിറ്റ് ചെയ്യുന്നതിന് അറിയോ, ലാലേട്ടന്റെ എപ്പിസോഡിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. മനസ്സിലായോ? നാളെ ലാലേട്ടന്റെ എപ്പിസോഡില് അല്ല, ഇത് ഡിപ്ലോമാറ്റിക് ലൈനിൽ ലാലേട്ടൻ കൈകാര്യം ചെയ്യോ അതോ അനീഷിനും അനുമോക്കും ഇതൊരു ഗെയിമായിട്ട് ഇട്ട് കൊടുക്കുമോ ബാക്കി വീട്ടുകാർക്ക്? ഏറ്റവും വലിയ ഡിസൈഡർ എപ്പോഴാണ് എനിക്ക്, ലാസ്റ്റ് വീക്കാണ് ഏറ്റവും വലിയ ഡിസൈഡർ. ഒന്ന് പുറത്തുനിന്നുള്ള കണ്ടസ്റ്റൻസ് കയറും, രണ്ട് ഇവർ അവിടെ എന്താ നടക്കറിയോ, ഈ ലാസ്റ്റ് വീക്കിലെ സംഗതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യൽ. അവിടെ ഏറ്റവും കൂടുതൽ പറയാൻ ചാൻസ് ഉള്ള. അപ്പൊ ലാലേട്ടൻ പോയിട്ട് ഈ സാധനം ഇട്ട് കൊടുത്താൽ വരുന്ന കണ്ടസ്റ്റൻസും ഇത് ഉപയോഗിക്കും. ഇതൊക്കെ കണ്ടിട്ടാണല്ലോ അവരും കയറുന്നത്, അത് അവർ ഉപയോഗിക്കും. ഇവരിത് എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പൊ അതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ വീക്ക് ആര് പോകും നമുക്കറിയില്ല. ലെറ്റ്സ് സീ അല്ലേ.